RSS കാര്യവാഹമായിരുന്ന രതീഷ് ബലിദാന ദിനവും ഇന്ന് തന്നെയാണ്. 2010 ഡിസംബർ 1-നാണ് പാലക്കാട് കഞ്ചിക്കോട് തിരക്കേറിയ ബസ്സിനുള്ളിൽ RSS കാര്യവാഹി രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. കഞ്ചിക്കോട് ഷെൽട്ടറിൽ ബസ് തടഞ്ഞു നിർത്തി ഗുണ്ടകൾ അതിക്രമിച്ച് കയറി രതീഷിനെയും മറ്റ് 3 പേരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ഉടനെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, മറ്റൊരു ബലിദാന ദിനം കൂടി നമ്മൾക്കറിയാം. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി ദിനമാണ് ഇന്ന്. അതേപോലെ തന്നെ പാലക്കാട്ട് ബസ്സിനുള്ളിൽ RSS കാര്യവാഹനെ വെട്ടിക്കൊലപ്പെടുത്തി വാർഷികം കൂടിയാണ്. രതീഷ് എന്ന് പറയുന്ന RSS കാര്യവാഹനെയാണ് CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. അതിൻ്റെ സ്മൃതി ദിനം കൂടിയാണല്ലോ ഇന്ന്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ ബസ്സിനുള്ളിൽ കയറി നടന്ന കൊലപാതകം. 2010 ഡിസംബർ 1-നാണ് തിരക്കേറിയ ബസ്സിനുള്ളിൽ കയറി RSS ശാഖാ കാര്യവാഹമായിരുന്ന രതീഷിനെ CPM ഗുണ്ടകൾ ബസ്സിനുള്ളിൽ കയറി വെട്ടിക്കൊന്നത്. കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ ബസ് തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു ഇത്തരത്തിൽ ഗുണ്ടകൾ ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറി രതീഷിനെയും മറ്റ് 3 പേരെയും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ആക്രമണം നടന്ന ഉടനെ തന്നെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ രതീഷിന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി. കൂടെ ഉണ്ടായിരുന്ന ഗിരീഷ്, അതുപോലെ തന്നെ ലെനിൻ എന്നിവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 7 പേരെ പോലീസ് പിന്നീട് പിടികൂടുകയും ചെയ്തു. 7 CPM പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയത്. ഈ സംഭവത്തിൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അടുത്തു തന്നെയായിട്ട് വിചാരണ നടപടികൾ കോടതിയിൽ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഈ കൊലപാതകം ഇത്തരം ഒരു അരുംകൊലയിലേക്ക് നീങ്ങിയത് ഈ രതീഷ് എന്ന വ്യക്തി കുരുടിക്കാടിലെ ശാഖ കാര്യവാഹാണ്. ആ പ്രദേശത്ത് സംഘപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമായിട്ട് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും വലിയ നാടിന് തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ബസ്സിൽ ഇത്തരത്തിൽ ആളുകളും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ തിരക്കുള്ള ബസ്സിനുള്ളിൽ കയറി ഇങ്ങനെ ഒരു അരുംകൊല നടത്തിയ സംഭവം. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്മൃതി ദിനം അത് പാലക്കാട്ടെ സംഘ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ രതീഷിന്റെ ബലിദാന ദിനം. അതെ, RSS കാര്യവാഹമായിരുന്ന രതീഷ് ബലിദാന ദിനമാണ് ഇന്ന്. 2010 നടന്ന സംഭവമാണ് രോഹിണി. ഇപ്പോൾ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ആ കേസിൻ്റെ നടപടികൾ പോലും പൂർത്തിയായി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പാലക്കാട് കഞ്ചിക്കോട് തിരക്കേറിയ ബസ്സിനുള്ളിലാണ് RSS കാര്യവാഹ രതീഷിനെ CPM ഗുണ്ടകൾ ബസ് തടഞ്ഞു നിർത്തി വെട്ടി കൊലപ്പെടുത്തുന്നത്. അവർ ഇത്തരത്തിൽ രതീഷിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം 2010 നടന്ന ആ കൊലപാതകത്തിൻ്റെ കേസ് നടപടികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.